ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചെമ്മനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രീകാന്തിനെ കാണിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്തിൻ്റെ നേരെ ഒരു ചെക്കും നീട്ടിക്കൊണ്ടിരിക്കുകയാണ് മഹിമ. അപ്പോൾ മഹിമയുടെ ചെക്ക് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ശ്രീകാന്തിനൊക്കെ കലി വരികയാണ്. നിങ്ങൾ ചെക്ക് കൊണ്ട് പോയിക്കണ്ടേ, നിങ്ങളോട് ഞാൻ പണം ആവശ്യപ്പെട്ടു ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ചെക്ക് കൊണ്ട് വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും മോനെ, ഇതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ലേ നീ ദേ ഈ ചെക്ക് അങ്ങോട്ട് പിടിക്കുക, എന്നിട്ട് നിനക്ക് ആവശ്യമുള്ള പണം നീ ഇതിന്ന് എഴുതിയെടുക്കാം. ഇത് ബ്ലാങ്ക് ചെക്കാണ്, നിനക്ക് ആവശ്യമുള്ള പണം എഴുതിയെടുത്ത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ പാടില്ലേ? ദേ നീ വർഷയുടെ കാര്യം നോക്കുന്നല്ലേ, അപ്പം എന്താ ഞാൻ വർഷയ്ക്ക് ചിലവിന് കൊടുക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ വർഷയുടെ കാര്യം മര്യാദക്ക് നോക്കുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അയ്യോ മോനെ, അതല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അല്ല, നിനക്കൊരു പുതിയ റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങണ്ടേ? ഇപ്പം ചെറിയൊരു റെസ്റ്റോറൻറ്റ് നീ ഒരു കൂലിക്ക് നിൽക്കുന്നു, ആ പണം കൊണ്ട് നിങ്ങൾക്ക് കഴിയാനായിട്ട് പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്താ ഞാൻ സമ്പാദിക്കുന്ന പണം കൊണ്ട് എൻ്റെ ഭാര്യയ്ക്ക് കഴിയാനായിട്ട് പറ്റില്ലേ? അതല്ല മോനെ, അതും കൂടിയല്ല, നിങ്ങളൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് മാത്രമല്ലേ ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ തുടങ്ങ്, അതിനുശേഷം ഒരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുക, എന്നിട്ട് ആ കുഞ്ഞിനെ താലോലിക്കുന്ന ആഗ്രഹമുള്ളത് കൊണ്ടല്ലേ ഞാൻ ഈ പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അതെ, എനിക്കറിയാം എന്ത് വേണമെന്ന്, എനിക്കറിയാം പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങണോ വേണ്ടതെന്നൊക്കെ. നിങ്ങൾ ഈ ചെക്കും കൊണ്ട് പോകാൻ നോക്കി, ഈ ചെക്കൊന്നും എനിക്ക് ആവശ്യമില്ല എന്നൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും അതെ ശ്രീകാന്തേ, നീ തട്ടാമ്പടുത്തരം പറയേണ്ട ആവശ്യമില്ല, ഈ ചെക്ക് പിടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹിമയാണെങ്കിൽ കയ്യിലേക്ക് പിടിച്ച് ഏൽപ്പിച്ച് കൊടുത്തിട്ട് ഒറ്റ പോകണം. ആൻറ്റി അവിടെ നിൽക്കുക ആൻറ്റി എന്ന് പറഞ്ഞിട്ട് പോലും പ്രേമ അവിടെ നിന്നില്ല, മഹിമ അവിടെ നിന്നില്ല. മഹിമ ഒറ്റ പോക്കാണ് പോയി. ശ്രീകാന്തിനാകെ കാലി വന്നിട്ട് രക്ഷയില്ല. അങ്ങനെ ശ്രീകാന്ത് നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. വീട്ടിലേക്ക് ഭയങ്കര ദേഷ്യത്തോടെ ചെന്നിട്ട് ദേ വർഷേ, നീ എന്താ നിന്റെ മനസ്സിൽ കരുതിയിരിക്കുന്നത്? എന്താ ശ്രീകാന്ത്, എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോഴേക്കും നിന്റെ അമ്മ നിന്നെ കാണാൻ വന്നിരുന്നു, എന്നിട്ട് നിന്റെ അമ്മ നിന്നെ കെട്ടിയതിനുള്ള സ്ത്രീധനം എൻ്റെ കയ്യിൽ വെച്ച് തന്നു. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും വാട്ട്, എന്ത് കയ്യിലേക്ക് സ്ത്രീധനം വെച്ച് തന്നു? അതെ, ദേ ഈ ചെക്ക് ലീഫ് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് പോലും നിന്റെ അമ്മ എൻ്റെ കയ്യിലേക്ക് വെച്ച് ഏൽപ്പിച്ച് തന്നിട്ട് ഒറ്റ പോക്കാണ് പോയത്. നിന്റെ അമ്മയുടെ മനസ്സിലിരിപ്പ് എന്താണ്? നിന്നെ എനിക്ക് നോക്കാൻ പറ്റില്ലെന്നാണോ നിന്റെ അമ്മയുടെ മനസ്സിലിരിപ്പ്? ദേ നിന്റെ അമ്മയോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണം. ഈ പൈസ നിന്റെ അമ്മയ്ക്ക് തന്നെ തിരിച്ചു കൊടുത്തോളണം. നമുക്ക് പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി ദേ നിന്റെ അമ്മ കരുതിക്കൂട്ടി വെച്ചിരിക്കുന്ന സാധനമാണിത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിൻ്റെ വായി തോന്നിയ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ശ്രീകാന്തേ, എൻ്റെ അമ്മ നിൻ്റെ കയ്യിൽ അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ അത് നീ പരിഹരിക്കേണ്ട കാര്യമാണ്. നിനക്കൊരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ആഗ്രഹമുണ്ടല്ലോ, അത് നിൻ്റെ അമ്മയുടെ പണം വേണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നോ? ഇല്ലല്ലോ. അതല്ല, അമ്മ എന്നെ വിളിച്ചായിരുന്നു, ഒരു കുഞ്ഞിൻ്റെ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ശ്രീകാന്ത് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണ്, അതിനുശേഷമേ ഞങ്ങളൊരു കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. എന്നിട്ട് നിൻ്റെ അമ്മ എന്താ ചെയ്തത്? പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വേണ്ടി ബ്ലാങ്ക് ചെക്ക് എൻ്റെ കയ്യിലേക്ക് തന്നിരിക്കുന്നു. ഇത് എവിടുത്തെ ന്യായമാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദേ ശ്രീകാന്തെ, എന്നെ അരിശം പഠിപ്പിക്കാൻ നിൽക്കരുത്. എൻ്റെ അമ്മ അങ്ങനെ നിൻ്റെ കയ്യിലേക്ക് ചെക്ക് വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ അത് നീ തിരിച്ചു കൊടുക്കണമായിരുന്നു, അല്ലെങ്കിൽ ദേ വലിച്ചെറിഞ്ഞ് കീറി കളയണമായിരുന്നു. അല്ലാതെ എൻ്റെ അടുത്ത് വന്ന് ചൂടായി കയറുകയല്ല വേണ്ടത്. ഈ കാര്യത്തിൽ എന്നെ ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിനക്കത് നേരത്തെ ചെയ്യണമായിരുന്നു, അല്ലാണ്ട് ഈ ചെക്കും കൊണ്ട് എൻ്റെ മുന്നിലേക്കല്ല വരേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് വർഷ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുക. അപ്പോൾ ശ്രീകാന്തിനാണെങ്കിൽ അതിനെക്കാലം കലി വരികയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദ്യമോനെയാണ്. അപ്പോൾ ആദ്യമോനാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങിയിട്ട് സങ്കടപ്പെട്ട് ഇങ്ങനെ വരാന്തയിൽ ഇങ്ങനെ കുത്തിരിക്കുക. അപ്പോൾ അമ്മമ്മ വന്നിട്ട് മോനെ, എന്താ മോനെന്താ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുന്നത്? ഫ്രണ്ട്സിന് നോക്കിയിരിക്കുകയാണോ? അതല്ല അമ്മമ്മ, എൻ്റെ അമ്മ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ലല്ലോ, ഇത്ര നേരമായിട്ട് വന്നില്ലല്ലോ. മോനെ അത് വരും, എപ്പോൾ വരുമെന്ന് ദേ അമ്മ വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്ന ശ്രുതി ഒരു ഓട്ടോറിക്ഷ വന്നിറങ്ങാം. അപ്പോൾ ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആദിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. ശ്രുതിയെ കണ്ടപ്പോൾ ആദി അമ്മേ എന്ന് വിളിച്ചിട്ട് ഓടിച്ചില്ല. അപ്പോൾ അമ്മമ്മയ്ക്ക് ആകെ പേടി, മോനെ നീ പതുക്കെ ഓടുന്ന എവിടെയും വീണ് കൈയും കാലും ഓടിക്കുമെന്നേ. അപ്പോൾ ശ്രുതിയെ ചെന്ന് കെട്ടിപ്പിടിക്കണത്, എൻ്റെ അമ്മ വന്നല്ലോ മോനെ, ഹാപ്പി ബർത്ത്ഡേ ആദി മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഭയങ്കരമായിട്ടും സ്നേഹം പ്രകടനങ്ങളോടെ കാഴ്ചവെക്കുകയാണ്. അമ്മ ഞാൻ വിചാരിച്ചതേ അമ്മ വരില്ലെന്നാണ്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് അമ്മയ്ക്ക് വരാതിരിക്കാനായിട്ട് കഴിയുമോ? അമ്മ ഓടിയെത്തില്ലേ? ദേ അതാണ് അമ്മ, അമ്മയ്ക്ക് അങ്ങനെ മാറി നിൽക്കാനൊന്നും കഴിയില്ല, വാ അകത്തേക്ക് വാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി മോനെ വിളിച്ചുകൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ്. അപ്പോൾ മോനെ
എന്തൊക്കെയായി ആഘോഷങ്ങളൊക്കെ? അമ്മ വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ദേ ആദിമോന് അമ്മ അടിപൊളി ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ഈ ഡ്രസ്സ് ഇട്ടുണ്ട് വന്നിട്ടേ. ശരി അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ആദി ഡ്രസ്സ് ഇടാനായിട്ട് നേരകത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മുടെ ശ്രുതിയോട് അമ്മ പറയാണ്, ശ്രുതി നീ എത്ര നാളാണ് ശ്രുതി ഇങ്ങനെ മറച്ചു വയ്ക്കുന്നത്? അവന് ഒരു ഭയങ്കര സങ്കടം കേട്ടോ. നീ എന്താ ശ്രുതി ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അമ്മ ഞാൻ എപ്പോൾ വന്നാലും നമുക്ക് ഈ വർത്തമാനം മാത്രമേ പറയാനുള്ളൂ. എന്താ ഇങ്ങനെയല്ല സംസാരിക്കുന്നത്? ഞാനിവിടെ നിൽക്കണോ അല്ലെങ്കിൽ പോകണം? ദേ ശ്രുതി, ഞാനൊന്നും പറയുന്നില്ല, ഇനിയെല്ലാം നിന്റെ താല്പര്യം പോലെ തന്നെ നടക്കട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ കള്ളങ്ങൾ എത്ര മറച്ചു വെച്ചാലും അത് ഒരിക്കൽ പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. അത് നീ ഓർത്താ കൊള്ളാം, അങ്ങനെ ജീവിച്ച നീ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അമ്മ അവിടെ നിന്ന് പോവാ. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആദ്യം ആ ശ്രുതി കൊടുത്ത ആ ഒരു ബർത്ത്ഡേ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരികയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എങ്ങനെയുണ്ട് അമ്മ, കൊള്ളാവോ ചോദിക്കുമ്പോൾ പിന്നെ എൻ്റെ മോനിപ്പോൾ സുന്ദരനായിട്ടുണ്ട്, ഒരു സിനിമാ നടനെ പോലെ ഉണ്ട് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ അമ്മയുടെ മകനല്ലേ, അങ്ങനെയല്ലേ വരുള്ളൂ. കൊള്ളാലോ അമ്മേ, എൻ്റെ ഫ്രണ്ട്സൊക്കെ വരും അമ്മേ, എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് പറഞ്ഞോട്ടെ ഇതെൻ്റെ അമ്മയാണെന്ന്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി. അപ്പോൾ അമ്മ അതെ കൂട്ടുകാരന്മാരൊക്കെ എന്നോട് പറയാ, നീ അമ്മയില്ലാത്ത കൊച്ചല്ലേ, നീ അമ്മയില്ലാത്ത കൊച്ചല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നെ കളിയാക്കുക അമ്മ. അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സങ്കടം തോന്നുക. അതുകൊണ്ട് ഇതെൻ്റെ അമ്മയാണെന്ന് ഞാൻ പറഞ്ഞോട്ടെ അവരോട് എന്ന് ചോദിക്കുമ്പോൾ മോനെ അമ്മ പറഞ്ഞിട്ടില്ലേ അമ്മ ആരാണെന്ന് ആരോടും പറയരുതെന്ന്, അത് പറയാനുള്ള സമയമായില്ല. എങ്കിൽ പിന്നെ 1 hour കഴിഞ്ഞിട്ട് പറഞ്ഞോട്ടെ. അതല്ല മോനെ പറഞ്ഞത്, എല്ലാ സമയമാകുമ്പോൾ അമ്മ തന്നെ എല്ലാവരുടെ മുന്നിൽ പറഞ്ഞോളാം ഇതെൻ്റെ മകനാണ്, ആദിമോൻ്റെ അമ്മയാണ് ഞാനെന്ന്. അതുവരെ അമ്മയാണെന്ന സത്യം ആരോടും തുറന്നു പറയരുത്. അത് അമ്മയുടെ ജീവിതത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും മോനെ. ആണോ അമ്മേ? എങ്കിൽ ഞാൻ ആരോടും ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല അമ്മേ. മിടുക്കൻ. അതെ കേക്ക് കൊണ്ടുവന്നില്ല അമ്മ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അമ്മമ്മേ ചോക്ലേറ്റ് ആണോ എന്ന് ചോദിച്ചപ്പോഴേക്കും ചോക്ലേറ്റ് അല്ല ആദിമോനെ, കേക്കാണെന്നേ. അതല്ല, ചോക്ലേറ്റ് ഫ്ലേവർ ആണോ എന്നാണ് ഞാൻ ചോദിച്ചത്. അതൊന്നും അമ്മമ്മയ്ക്ക് അറിയില്ലല്ലോ, നിന്റെ അമ്മയാണ് ഓർഡർ ചെയ്തത്. ആണോ അമ്മേ? പിന്നെ അല്ലാതെ. ആദിമോനെ നിനക്കിഷ്ടപ്പെട്ട വാനില കേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആണോ അമ്മേ, ഒരുപാട് സന്തോഷം തന്നെ. അങ്ങനെ അമ്മമ്മ പോയി ആ കേക്ക് എടുത്തുകൊണ്ട് വരിക. കേക്ക് എടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഫ്രണ്ട്സുകളെല്ലാം വരിക. അല്ല ഫ്രണ്ട്സിൻ്റെ അച്ഛനും അമ്മയും ചോദിക്കണം, ആ കല്യാണം ഇവിടെ ഉണ്ടായിരുന്നോ? അതെന്താ എത്ര നാളായി കണ്ടിട്ട്, നിനക്ക് ഇവരോടൊപ്പം തന്നെ താമസിച്ചാൽ പോരെ, എന്തിനാ മാറി നിൽക്കുന്നത് എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തിരക്കുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ആദിമോൻ്റെ കൂട്ടുകാരനാണെങ്കിൽ അതെ ആദി നിന്റെ ഡ്രസ്സ് കാണാൻ നല്ല രസമുണ്ടല്ലോ, ഇതാരാ മേടിച്ചെന്നത്? ഇതെൻ്റെ അമ്മയാണ് മേടിച്ചെന്നത് എന്ന് അറിയാതെ പറയണേ. അമ്മയോ? നീ അല്ലേ പറഞ്ഞത് അമ്മ നിനക്ക് അമ്മയില്ല എന്ന്, പിന്നെ അമ്മ മേടിച്ചതാണെന്നോ? അയ്യോ അത് ഞാൻ വെറുതെ പറഞ്ഞതാ. ഈ ആൻറ്റി എനിക്ക് ഈ ഡ്രസ്സ് മേടിച്ചെന്നതെന്ന് ആദി ഭയങ്കര സങ്കടത്തോടെ പറയുക. ആദിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഇത് തൻ്റെ അമ്മയാണെന്ന് പറയാൻ വേണ്ടി. പക്ഷേ ആദിക്ക് അതിന് സാധിക്കുന്നുമില്ല. അങ്ങനെ ശരി അതെ അമ്മ കേക്ക് കട്ട് ചെയ്യാൻ കത്തിയില്ലല്ലോ, ഞാനത് പോയി എടുത്തിട്ട് വരാം, ശരി നീ അങ്ങോട്ട് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ്. ശ്രുതി കേക്ക് കട്ട് ചെയ്യാൻ കത്തിയെടുക്കാൻ പോകുന്ന സമയത്താണ് വരുന്നു നമ്മുടെ സച്ചിയും അതേപോലെ തന്നെ രേവതിയും കാറിൽ നിന്ന് ഇറങ്ങിയാണ്. കാറിൽ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും അവിടെ ബലൂണൊക്കെ കെട്ടി ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്താ സച്ചിയേട്ടാ ഇവിടെ എന്തെങ്കിലും പരിപാടിയുണ്ടോ, ഇതെന്തെങ്കിലും ഫംഗ്ഷനാണ്, ഇതൊരു വിശേഷ ദിവസമാണെന്നൊക്കെ ചോദിക്കുക. അങ്ങനെ ഇവർ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴേക്കും വരുന്നു ആദി. അപ്പോൾ ആദ്യം ഇവരെ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും രേവതി ആൻറ്റിയും സച്ചിയങ്ങളും. ആദിമോനെ ഇങ്ങ് വാ ആദിമോനെ. അല്ല എന്താണ്? അപ്പോൾ അമ്മ വരിക. അപ്പോൾ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ദൈവമേ പേടിച്ചു പോയി. കാരണം ഇവരാ കറക്റ്റ് സമയത്ത് തന്നെയാണല്ലോ വന്നിരിക്കുന്നത്. അതെ രേവതി ആൻറ്റി ഇന്നേ എൻ്റെ ബർത്ത്ഡേ ആണ്. ആണോ സച്ചിയേട്ടാ? കേട്ടില്ല അവൻ പറഞ്ഞത്, അവൻ്റെ ബർത്ത്ഡേ ആണെന്ന്. നമ്മ നല്ല സമയത്താണല്ലോ വന്നത്. അതെ തക്ക സമയം തന്നെ. അപ്പോൾ ശ്രുതിയും ഇവരെ കാണുന്നുണ്ട്. അപ്പോൾ ശ്രുതി ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതി ആകെ പേടിച്ച് വിറച്ച് റൂമിലേക്ക് കയറി ഓടി ഒളിക്കുകയാണ്, ആകെ വല്ലാത്തൊരവസ്ഥയിൽ. അപ്പോൾ അമ്മ വന്ന് ചോദിക്കുകയാണ്, അയ്യോ രേവതി നിങ്ങളെന്താ പെട്ടെന്ന് വന്നത്, ഒരു മുന്നറിയിപ്പില്ലാതെ? ഞങ്ങൾ ഈ വഴി പോയപ്പോഴേ ഇങ്ങോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ചു. ആദിമോനെയും ആൻറ്റിയൊക്കെ കണ്ടിട്ട് കുറേ നാളായല്ലോ, അതുകൊണ്ട് കയറാമെന്ന് വിചാരിച്ചു. ഏതായാലും ആദിമോൻ്റെ ബർത്ത്ഡേ ആണല്ലേ, ഞങ്ങൾ കൃത്യസമയത്താണല്ലോ വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് വാ നിങ്ങൾ അകത്തേക്ക് കയറി വന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവുക. കേക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണല്ലോ.
എന്നിട്ട് എന്താ കേക്ക് കട്ട് ചെയ്ത് നമുക്കെന്നാ കേക്ക് കട്ട് ചെയ്താലോ? അതിന് മുമ്പേ ദേ ആദ്യമോന് ഡ്രസ്സും ഉണ്ട്, പിന്നെ ചോക്ലേറ്റ് ഉണ്ട്. താങ്ക് യു ആൻറ്റി എന്ന് പറയാം. അപ്പോൾ കേക്ക് കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞപ്പോഴേക്കും കൊച്ചാണെങ്കിൽ ഇങ്ങനെ സ്തംഭിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്താ ആദ്യമോനെ നീ ഇത് ചുറ്റുപാട് ഇങ്ങനെ നോക്കുന്നത്? നമുക്ക് കേക്ക് കട്ട് ചെയ്യണ്ടേ? അത് പിന്നെ അമ്മ അമ്മയോ അല്ല ആൻറ്റി എന്നൊക്കെ. ഇതെന്താ ആൻറ്റി ഇങ്ങനെ പറയുന്നത്? ആദ്യമോൻ അമ്മ ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, എന്താ ഇത്? അപ്പോൾ അവിടെ എന്ന് വെച്ചാൽ ആ ഗസ്റ്റുകളും പറയണം, അതെ ഈ കുട്ടി ഇങ്ങനെ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ രേവതിക്കും അതേപോലെ തന്നെ സച്ചിക്കും ഭയങ്കര സങ്കടം തോന്നുകയാണ്. ആദ്യമോനെ വാ കേക്ക് കട്ട് ചെയ്യാം. ഇല്ല ഞാൻ കേക്ക് കട്ട് ചെയ്യില്ല, അത് പിന്നെ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കൂടെ പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മൂമ്മ പിടിച്ച് നിർത്തുകയാണ്. ആദ്യമോനെ നീ എങ്ങോട്ട് പോകുന്നത്? നീ ആരെ നോക്കിയാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും ഇല്ല ഞാനിപ്പോൾ കേക്ക് കട്ട് ചെയ്യില്ല, എനിക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം അവിടെ കിടന്ന് ഇങ്ങനെ വാശി പിടിക്കുക. അപ്പോൾ ആദ്യയുടെ വാശിയും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സച്ചിക്ക് രേവതിക്കും വല്ലാത്തൊരു ഡൗട്ട് തോന്നുകയാണ്. അപ്പോൾ ആദ്യം വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോയിട്ട് നമ്മുടെ അമ്മൂമ്മ പറയണം, ആദ്യം നീ എന്ത് പരിപാടിയാണ് നിൻ്റെ അമ്മ പറഞ്ഞ് നീ ഓർക്കുന്നില്ലേ? അമ്മയുടെ കാര്യം എന്തിനും നീ ഇങ്ങനെ സംസാരിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും സംശയം തോന്നില്ലേ? അപ്പോൾ സച്ചിയും രേവതിയാണെങ്കിൽ അതെ ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കെല്ലാം മനസ്സിലായി, ആദ്യം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായി. എന്താ സച്ചി മോനെ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. അല്ല അമ്മ ആൻറ്റി എന്നൊക്കെ പറയുന്നില്ലേ, ആൻറ്റിയെ ഓർക്കുന്നുണ്ടാവും അല്ലേ? ആൻറ്റിയെ അവൻ അമ്മയായിട്ടല്ലേ കാണുന്നത്, അതുകൊണ്ട് ആൻറ്റിയെ ഓർക്കുന്നുണ്ടാവും. നിങ്ങളൊരു കാര്യം ചെയ്യുക ആൻറ്റി, നിങ്ങൾ ആ ദുബായിലുള്ള ആൻറ്റിയെ വിളിക്കുക. അവരെന്തിനാ അവിടെ മറന്നു നിൽക്കുന്നത്? അവർക്ക് ഇങ്ങോട്ട് വരാനൊന്നും പാടില്ലേ? നിങ്ങളവരെ വിളിക്ക്. വേണ്ട സച്ചി, അത് ശരിയാവില്ല. അത് ശരിയാവും. അത് നമുക്ക് കേക്ക് മുറിക്കാം സച്ചി എന്ന് പറഞ്ഞപ്പോഴേക്കും ആൻറ്റി അവിടെ നിന്നേ. ഏതായാലും അവരെ ഒന്ന് വിളിക്ക്, ഞങ്ങൾ അവരോട് സംസാരിക്കാന്നേ. ആദ്യം അവൻ്റെ ആഗ്രഹമല്ലേ, ചേട്ടൻ്റെ കൊച്ചല്ലേ, അതുകൊണ്ട് ഒന്ന് വിളിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു ശ്രുതിക്കാണെങ്കിൽ ആകെ പേടിയും തോന്നുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രുതിയുടെ അമ്മയാണെങ്കിൽ അതെ അത് വേറൊന്നുമല്ല, ഇത് അവളുടെ ചേട്ടൻ്റെ കൊച്ചല്ല, പിന്നെ ഇത് അവളുടെ കൊച്ചു തന്നെയാണ്. ഇത് കേട്ട സച്ചിയും രേവതിയും ആകെ ഞെട്ടി വരച്ചൊരവസ്ഥയിൽ പോകണം. എന്താ ആൻറ്റി പറഞ്ഞത്? അതെ ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ്, അവളിങ്ങോട്ട് വരില്ല, ഇത് അവളുടെ കൊച്ചു തന്നെയാണെന്ന് ഉള്ള സത്യം പറയുകയാണ്. ഇത് കേട്ട ശ്രുതിയും ഞെട്ടിപ്പോവുകയാണ്. ഇനി എന്തായിരിക്കും സംഭവിക്കാനായിട്ട് പോകുന്നത് കാത്തിരുന്ന് കാണുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ ബൈ.